നെതന്യാഹുവിനെ നാട്ടിലും സൗകര്യമില്ല, വീട്ടിലും സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പബ്ലിക് ആയിട്ട് നെതന്യാഹുവിന്റെ വൈഫ് നെതന്യാഹുവിനെ ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ഇസ്രായേലിലുള്ള മക്കാബിയ ഗെയിംസ് ഓപ്പണിംഗ് ഇൻ ജെറുസലേം, ഈ ഒരു പരിപാടിക്ക് ഡെലിഗേറ്റ്സ് ആയിട്ട് ഇവർ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതായത് പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പരിപാടിക്ക് വന്ന നെതന്യാഹുവിനെ സെക്യൂരിറ്റിക്കാര് നെതന്യാഹുവിനെ കടത്തിവിട്ടു. പക്ഷെ സാറാ നെതന്യാഹുവിനെ കടത്തിവിട്ടില്ല. അപ്പൊ പിന്നെ പബ്ലിക്കിന്റെ ഇടയിൽ കൂടെ സാറാ നെതന്യാഹുവിന് വരേണ്ടി വന്നു. അങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ കൂടെ വരേണ്ടി വന്നതും അതേപോലെ തന്നെ പബ്ലിക്കിന്റെ ഇടയിൽ കൂടെ വന്നപ്പോ ആരോ സാറാ നെതന്യാഹുവിന്റെ കാലിൽ ചവിട്ടി എന്നൊക്കെ ഉള്ളതാണ് മേജർ പ്രശ്നം. അപ്പോ പബ്ലിക് കാണുന്നുണ്ടോ, പബ്ലിക് നോക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നോക്കാതെ സാറാ നെതന്യാഹു ഇങ്ങനെ എന്താ പറയാ ഷൗട്ട് ചെയ്തു, നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നെതന്യാഹുവിനെയും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്നെ തടസ്സപ്പെടുത്താൻ എന്നൊക്കെ ഈ പറയുന്ന സെക്യൂരിറ്റി ആൾക്കാരോടും കയർക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വോയിസ് കറക്റ്റ് കിട്ടുന്നില്ല. പക്ഷെ ഇത് ആക്ച്വലി ജെറുസലേം പോസ്റ്റ് അല്ല, ഏത് മാധ്യമം ഞാൻ വിട്ടുപോയി, അവര് റിപ്പോർട്ട് ചെയ്തതിലാണ് ഇതാണ് അതിനകത്ത് പറഞ്ഞെന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരി കയർക്കുന്നതും അവിടെ ആൾക്കാരോട് ചൂടാവുന്നതിന്റെ വീഡിയോ ആക്ച്വലി പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാനൊന്ന് പ്ലേ ചെയ്യാവേ. സെക്യൂരിറ്റിക്കാരനോട് എന്റെ കാലിൽ ചവിട്ടുന്നതിന്റെ കാല് കാണിച്ചു കൊടുക്കും. നെതന്യാഹുവിനോട് പോയി ചൂടാവുന്നുണ്ട്. പുള്ളിക്കാരത്തി കാലൊക്കെ കാണിച്ചു, കാല് ചവിട്ടിയതാണ് മേജർ പ്രശ്നം തോന്നുന്നു കേട്ടോ. അതായത് പുള്ളിക്കാരി നിർത്തുന്നില്ല, പുള്ളിക്കാരിക്ക് ദേഷ്യം. എന്തായാലും നല്ല രസമുണ്ട് സംഗതി കേൾക്കാൻ. നാട്ടിലും പ്രശ്നം, നാട്ടുകാരും പ്രശ്നം ഉണ്ടാക്കുന്നു, വീട്ടൊന്നും പ്രശ്നം എന്നുള്ളൊരു അവസ്ഥയിലാണ് നെതന്യാഹു ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അവിടുത്തെ പ്രതിപക്ഷം ആക്ച്വലി ഇച്ചിരി ശക്തമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിപക്ഷം നെതന്യാഹുവിനെതിരെ അതിശക്തമായിട്ടുള്ള എന്താ പറയാ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് മാത്രമല്ല അടുത്ത ഇലക്ഷൻ എന്താവും എന്നുള്ള കാര്യത്തിലും ഒരു തീർച്ചയില്ലാത്തൊരവസ്ഥയുണ്ട്. പിന്നെ എന്ന് മാത്രമല്ല ഈ ആക്ച്വലി അമേരിക്ക നെതന്യാഹുവിന് ഒരു മൂക്കാരിടുന്ന സിറ്റുവേഷനിലേക്കും കൂടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതായത് ഈ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് അതിന്റെ പേരെ പോയി അറ്റാക്ക് ചെയ്യാനും അതേപോലെ തന്നെ ടോക്ക് നടത്താൻ, അതായത് ഈ പീസ് ടോക്ക് നടക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് ഈ പറയുന്ന അബ്ബാസ് അറാഖ്ചിനെയും അതേപോലെ തന്നെ ഗാലിബാഫിനെയൊക്കെ കൊല്ലാനുള്ള പരിപാടിയും കൂടെ നെതന്യാഹു ടീം ഇട്ടിരുന്നു എന്നുള്ളൊരു സാധനം കൂടെ വന്നപ്പോ ചെറുതായിട്ടൊന്ന് മൂക്കയർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ആക്ച്വലി അമേരിക്ക. അത് മാത്രമല്ല തന്റെ വളർത്തുമൃഗങ്ങളെ നിങ്ങളെ നടക്കി നിർത്തിക്കോ എന്നുള്ള രീതിയിൽ ആക്ച്വലി ഇറാനും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്, അബ്ബാസ് അറാഖ്ചിയും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ അതിന്റെ ഇടക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ലെബനോനിലുള്ള അറ്റാക്ക് ഇവന്മാര് കുറച്ച് ശക്തമാക്കിയിട്ടുണ്ട്. അത് പിന്നെ അവരുടെ ഒരു എന്താ പറയാ രീതിയാണ്. അത് ആക്ച്വലി നമ്മൾ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്കക്ക് പോലും അതിനെ തടയാൻ പറ്റത്തില്ല. ആൾക്കാരെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, കുട്ടികളെ കൊല്ലുക, അതായത് ഒരു സൈക്കോളജിക്കൽ വാർ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ സൈക്കോളജിക്കൽ വാറിനോട് ആൾക്കാർ ആക്ച്വലി അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് ആ റീജിയനിലുള്ള ആൾക്കാർ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതും കൂടെ കാണണം. അത് മാത്രമല്ല ഈ ഗസേന്നുള്ള ഒരു വിഷ്വൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫുട്ബോൾ മത്സരം നടന്ന സമയത്ത് ഈജിപ്ത് ആക്ച്വലി ജയിച്ചപ്പോ ഗസയിലുള്ള ആൾക്കാര് ഭയങ്കരമായിട്ട് അതിനെ ആഘോഷിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും സാഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നത് ഈ ഫലസ്തീന്റെ നാഷണൽ ടീമിലുള്ള അതിന്റെ ഗോൾ കീപ്പറെ ഇസ്രായേൽ ഈ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അത് ഭയങ്കര സാഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത് യഥാർത്ഥത്തില്. അതായത് ശരിക്കും ഫലസ്തീന്റെ ജേഴ്സിയിൽ കളിക്കേണ്ട ആൾക്കാര് സത്യത്തിൽ ഇപ്പോ ഈ പറയുന്ന വീണ് കിടക്കുന്ന കട്ടകൾക്കിടയിലും അതേപോലെ തന്നെ അവിടെ കൃഷി ചെയ്യുക, അതിലെ ഒരു നാഷണൽ ടീമിലെ ഒരു പ്ലെയർ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭയങ്കര വിഷമം തോന്നിയത് കണ്ടപ്പോ. കാരണം ഇറാൻ അടക്കം അമേരിക്കയിൽ പോയി കളിക്കുമ്പോ ഇറാൻ അടക്കം അവിടുന്ന് തോൽവില്ലാണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു നാഷണൽ ടീം പ്ലെയർ അവിടെ
കളിക്കാനും പോലും പറ്റാത്ത രീതിയിൽ ബക്കറ്റിൽ വെള്ളം പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ഭയങ്കര ദയനീയമായിരുന്ന ഒരു കാഴ്ച എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ വീട്ടിൽ നിന്നും ചെറിയ ചെറിയ രീതിയിലുള്ള അടികൾ പബ്ലിക് ആയിട്ട് നെതന്യാഹുവിന് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്.